ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. ആകയാൽ നിങ്ങൾ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടക്കുവീൻ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കൊലോസ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യമാണ് നാം വായിച്ച് കേട്ടത്. അതിൽ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഒരല്പം കൂടെ വിഭിന്നമായിട്ടാണ്. As you have therefore received Christ Jesus, so walk in him. യേശുക്രിസ്തുവിനെ നിങ്ങൾ എപ്രകാരമാണോ സ്വീകരിച്ചത്, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചത്, അപ്രകാരം തന്നെ നിങ്ങൾ തുടർന്നും നടക്കുവീൻ. വളരെ അർത്ഥവത്തായ ഒരു വാക്യമാണ്. എല്ലാം അർത്ഥവത്താ. നമ്മൾ ഓരോരുത്തരും ഓരോ വാക്യങ്ങളും ഓരോ ദൈവവചനവും രുചിച്ചറിയുമ്പോൾ കൂടുതൽ രുചിക്കും തോറും ഇത് കൂടുതൽ ആസ്വാദ്യകരമായി തീരും. യേശുക്രിസ്തുവിനെ നിങ്ങൾ എപ്രകാരം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുവോ, എപ്രകാരമാണ് നിങ്ങൾ സ്വീകരിച്ചത്, അപ്രകാരം തന്നെ നിങ്ങൾ തുടർന്നും നിങ്ങളുടെ ജീവിത യാത്രയിൽ തുടരുക. As you have therefore received Christ Jesus into your heart, so walk in him. Colossians 2:6. ഇനിയും നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങള് എങ്ങനെയാണ് ആത്മാവിനെ അനുസരിച്ച് നടക്കുക, എങ്ങനെയാണ് ആത്മാവിനെ പിൻപറ്റുക. ഗലാത്യ ലേഖനം 5:16 നാം വായിക്കുന്നത് പോലെ, walk in the spirit so that you will not fulfill the lust of the flesh. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കത്തില്ല, ജഡത്തിന്റെ ആഗ്രഹങ്ങൾ നിങ്ങൾ പൂർത്തീകരിക്കത്തില്ല എന്ന് ആ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തി എങ്ങനെയാണ് ആത്മാവിൽ നമുക്ക് നടക്കുവാൻ സാധിക്കുന്നത് എന്ന് ഉള്ള വിവിധ വശങ്ങൾ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നു, കൊലോസ്യൻസ് 2:6 എഴുതിയിരിക്കുന്നു, യേശുവിനെ നിങ്ങൾ എപ്രകാരം സ്വീകരിച്ചുവോ അപ്രകാരം തന്നെ നടക്കുവിൻ. പലപ്പോഴും നാം പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരാള് എത്ര തെറ്റു ചെയ്താലും, എത്ര പാപം ചെയ്താലും, എത്ര ഒക്കെ കുഴപ്പങ്ങൾ ഉണ്ടെങ്കിലും വിശ്വാസത്താൽ അവര് യേശുവിന്റെ അടുത്തേക്ക് വരികയാണ് എങ്കിൽ യേശു അവരെ കൈവിടത്തില്ല, അവർക്ക് രക്ഷ പ്രാപിക്കാം. ആരെങ്കിലും യേശുവിന്റെ അടുത്തേക്ക് വിശ്വാസത്താൽ മാത്രം, അങ്ങനെ മാത്രമേ കടന്നു വരാവൂ, വിശ്വാസത്താൽ മാത്രം ഒരാള് കടന്നു വരികയാണ് എങ്കിൽ അവർക്ക് രക്ഷ പ്രാപിക്കാം. അവരുടെ വിശ്വാസം കുറച്ചും, ഞാൻ കുറച്ച് പ്രവൃത്തിയുമുണ്ട്, എൻ്റെ പുണ്യപ്രവൃത്തികളും കുറച്ച് ജീവകാരുണ്യ പ്രവൃത്തികളും ഒക്കെ ഉണ്ട്, ഞാൻ കുറച്ച് നന്നായിട്ടൊക്കെ ജീവിച്ചിട്ടുണ്ട്, അതും പ്ലസ് എനിക്ക് വിശ്വാസവുമുണ്ട് എന്ന് പറഞ്ഞ് ചെല്ലുന്നവരെ അല്ല യേശു സ്വീകരിക്കുന്നത്. വീണ്ടും ജനനം പ്രാപിക്കുന്നത് അങ്ങനെയല്ല, മറിച്ച് വിശ്വാസം മാത്രം, നാം ആരായിരുന്നാലും എന്തായിരുന്നാലും എങ്ങനെയുള്ളവരായിരുന്നാലും, ബില്ലി ഗ്രഹാം പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ഫേമസ് ഗാനമുള്ളത് പോലെ, ജസ്റ്റ് as I am, ഞാൻ ആയിരിക്കുന്നത് പോലെ, കം ടു ജീസസ്, ജസ്റ്റ് as I am, കം ടു ജീസസ്, അല്ലെ? നമ്മൾ ആയിരിക്കുന്നത് പോലെ ആ അവസ്ഥയിൽ യേശുവിന്റെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ എന്ത് സംഭവിക്കും? നാം ഒരു പുതിയ സൃഷ്ടിയായി തീരും, വീണ്ടും ജനിക്കും. ഒരു ജനനം അവിടെ നടക്കുക. ശ്രദ്ധിക്കണം, ഒരു ജനനം അവിടെ നടക്കുക. അവിടെ ഒരു റിപ്പയർ അല്ല നടക്കുന്നത്, പഴയ മനുഷ്യനെ ഫിക്സ് ചെയ്യുകയല്ല നടക്കുന്നത്, ഒരു പുതിയ ജനനം അവിടെ നടക്കുക. യേശു പഴയതിനെ
ഫിക്സ് ചെയ്ത് നമുക്ക് വീണ്ടും തിരിച്ചു തരികയല്ല, ഒരു പുതിയ ജനനം നടക്കുക. ഇങ്ങനെയാണല്ലോ വീണ്ടും ജനിക്കുന്നത്. അപ്പോൾ വിശ്വാസം മാത്രമാണ് വീണ്ടും ജനനത്തിന് ആധാരമായിരിക്കുന്നത്. വിശ്വാസത്താൽ മാത്രം യേശുവിന്റെ അടുത്തേക്ക് കടന്നു വരുന്ന ആൾ, ശ്രദ്ധിക്കുക, ഒരു പുതിയ സൃഷ്ടിയായി മാറിയിരിക്കുക. If anyone is in Christ, behold, he is a new creature. All things are passed away. പഴയത് കഴിഞ്ഞു പോയി. All things are passed away. He is a new creature. അവനിപ്പോൾ ഒരു പുതിയ സൃഷ്ടിയാകുന്നു. പാസ്റ്റ് എവേ എന്ന് എഴുതിയിരിക്കുന്നത്, പഴയത് കഴിഞ്ഞുപോയി. ഇംഗ്ലീഷിൽ all things are passed away. പാസ് എവേ എന്ന് പറഞ്ഞാൽ എപ്പോഴാ പറയുന്നത്? ഒരാൾ മരിച്ചു പോകുമ്പോഴാ പറയുന്നത്, അല്ലെ? ഓൾഡ് തിങ്സ് ആർ പാസ്ഡ് അവേ. പഴയ മനുഷ്യൻ മരിച്ചുപോയി, ഇതാ ഒരു പുതിയ സൃഷ്ടി ആയി തീർന്നിരിക്കുന്നു. ആരാ പുതിയ സൃഷ്ടിയായത്? വിശ്വാസത്താൽ യേശുവിന്റെ അടുത്തേക്ക് വന്ന നമ്മൾ ഓരോരുത്തരും പഴയത് മരിച്ചു പോയി, ഇന്ന് ഒരു പുതിയ സൃഷ്ടി ആയിരിക്കുക. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും ഇന്ന് ഒരു പുതിയ സൃഷ്ടിയായി മാറിയിരിക്കുകയാണ്, വിശ്വാസത്താൽ മാത്രം. വിശ്വാസവും പ്രവൃത്തിയും അല്ല അതിന് അടിസ്ഥാനമായിരിക്കുന്നത്, വിശ്വാസത്താൽ മാത്രം. ആദ്യം നാം കർത്താവിന്റെ അടുത്തേക്ക് വന്നപ്പോൾ കർത്താവിനോട് നമ്മൾ ആരും പറഞ്ഞില്ല, കർത്താവെ ഞാൻ 3 ദിവസം ഉപവാസം എടുക്കാം, കർത്താവെ ഞാൻ ഇത്ര വെള്ളിയാഴ്ച ഏതെങ്കിലും ഒരു തീർത്ഥാടന സ്ഥലം സന്ദർശിക്കാം, കർത്താവെ ഞാൻ ഇത്ര ഞായറാഴ്ച പള്ളി പൊക്കോളാം, കർത്താവെ ഞാൻ ഇത്രമാത്രം ദാനധർമ്മങ്ങള് ഞാൻ ചെയ്തോളാം, ഇതൊക്കെ ഞാൻ ചെയ്യാം, എന്നെ ഒന്ന് സ്വീകരിക്കണം, എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി തീർക്കണം എന്നാരും പറഞ്ഞിട്ടല്ല. ഒരു കണ്ടീഷനും ഇല്ലാതെ വിശ്വാസത്താൽ മാത്രമാണ് കർത്താവിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ നാം ഒരു പുതിയ സൃഷ്ടിയായി തീർന്നത്. കള്ളന്റെ കാര്യം നാം പറഞ്ഞല്ലേ? ഹല്ലേലൂയ. കർത്താവേ, നീ വീണ്ടും വരുമ്പോൾ ഈ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർക്കണം. ഞാൻ ഉപവാസം എടുത്തിട്ട് വരാമെന്നല്ല പറഞ്ഞത്, ഞാൻ ഓരോ മണിക്കൂർ ബൈബിൾ വായിച്ചു വരാമെന്നും പ്രാർത്ഥിച്ചിട്ട് വരാമെന്നും അല്ല പറഞ്ഞത്. പ്യുവർ ഫെയ്ത്ത്, വിശ്വാസം മാത്രം ആണ് ഒരുവനെ ഒരു പുതിയ സൃഷ്ടി ആക്കി തീർത്തത്, അല്ലെ? വിശ്വാസം മാത്രം. ഇനിയും നാം കൊലോസ്യൻസ് 2:6 വായിച്ചത്, as you have therefore received Christ Jesus, so walk in him. നിങ്ങൾ യേശുവിനെ എപ്രകാരം സ്വീകരിച്ചുവോ അതുപോലെ തന്നെ, അപ്രകാരം തന്നെ അവനിൽ നടക്കുക, മുന്നോട്ടുള്ള ജീവിതം നയിക്കുക. എപ്രകാരമാണ് നമ്മൾ സ്വീകരിച്ചത്? വിശ്വാസത്താൽ മാത്രം ആണ് നമ്മൾ സ്വീകരിച്ചത്. നമ്മൾ എന്ത് ചെയ്തു? യേശുവിനെ കർത്താവ് എന്നുകൊണ്ട് നമ്മൾ വായ് കൊണ്ട് ഏറ്റു പറഞ്ഞു, ഹൃദയം കൊണ്ട് ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് നമ്മൾ വിശ്വസിച്ചു. അപ്പോൾ നാം ഒരു പുതിയ സൃഷ്ടിയായി, ഒരു പുതിയ വ്യക്തിയായി നമ്മൾ മാറി. നമ്മുടെ ആത്മാവ് മാറി, നമ്മുടെ ശരീരമല്ല, പുതിയ വ്യക്തിയായി നമ്മുടെ ആത്മാവ് മാറി. അപ്പോൾ ഒരു ഏറ്റുപറച്ചിൽ നടന്നു, ഹൃദയത്തിൽ ഒരു കാര്യം വിശ്വസിച്ചു, ഹൃദയത്തിൽ ഒരു കാര്യം വിശ്വസിച്ചു, അത് വിളിച്ചു പറഞ്ഞു. ഇത്രയും ചെയ്തപ്പോൾ നമ്മുടെ ആത്മാവ് ഒരു പുതിയ സൃഷ്ടിയായി തീർന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, അങ്ങനെ തന്നെ നിങ്ങൾ നടക്കണം. എന്നാൽ നാം കേൾക്കുന്നത് എന്താ? പലപ്പോഴും കേൾക്കുന്നത് എന്തുവാ? വിശ്വാസത്താലൊക്കെ രക്ഷ പ്രാപിച്ചു, അതൊക്കെ കൊള്ളാം, ഇനിയും പ്രവൃത്തിയൂടെ വേണം. അങ്ങനല്ലേ പറഞ്ഞു കേൾക്കുന്നത്? ഇനി ഇതൊന്നും പോരാ, ഇനിയും നമ്മൾ പ്രവർത്തിക്കുക കൂടെ വേണം, ഇനിയും നമ്മൾ പ്രവർത്തിക്കുക കൂടെ വേണം. ഞാൻ പുണ്യപ്രവൃത്തികൾക്കൊന്നും എതിരല്ല. പുണ്യപ്രവൃത്തികളെല്ലാം വിശ്വാസത്തിന്റെ പ്രോഡക്റ്റ്. വിശ്വസിക്കുമ്പോൾ നമ്മളിൽ നിന്ന് വരുന്നതാ പുണ്യപ്രവൃത്തികൾ. അപ്പം പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുക, എപ്രകാരം യേശുവിനെ നിങ്ങൾ സ്വീകരിച്ചുവോ അപ്രകാരം തന്നെ നടപ്പീൻ എന്ന് പറഞ്ഞാൽ, ഇനിയും നമുക്ക് എന്ത് ആവശ്യമുണ്ടോ
അതെല്ലാം ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് നാം വിളിച്ചു പറയണം. അങ്ങനെ നടക്കേണ്ടത്. നമുക്ക് എന്ത് ആവശ്യങ്ങൾ നമ്മുടെ മുൻപാകെ ഉണ്ടോ, എന്ത് പ്രതിസന്ധികൾ നമ്മുടെ മുൻപാകെ ഉണ്ടോ, നാം എന്തിനെ നേരിടുന്നുവോ, ഔവണ്ണം തന്നെ യേശുവിനെ സ്വീകരിച്ചതുപോലെ തന്നെ നിങ്ങൾ നടക്കണം. ഇനിയും പ്രവൃത്തിയാൽ അല്ല നടക്കുന്നത്. യേശുവിനെ എപ്രകാരം വിശ്വാസത്തിൽ സ്വീകരിച്ചതോ അതുപോലെ തന്നെ നടക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രതിസന്ധികൾ ക്രിസ്തുവേശുവിൽ മാറിയിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുക, അത് വിളിച്ചു പറയുക. നിങ്ങളുടെ അനുഗ്രഹങ്ങൾ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിന്റെ മരണത്താലും ഉയർത്തെഴുന്നേൽപ്പിനാലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുക, അത് വിളിച്ചു പറയുക. എന്റെ രോഗസൗഖ്യം കാൽവറി ക്രൂശിൽ നടന്നു കഴിഞ്ഞതാണ് എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുക, അത് വിളിച്ചു പറയുക. ഹൃദയത്തിൽ വിശ്വസിക്കുക, വിളിച്ചു പറയുക. ഹൃദയത്തിൽ വിശ്വസിക്കുക, വിളിച്ചു പറയുക. ഇതാ ക്രിസ്തീയ ജീവിതം. പൗലോസ് കൊലോസ്യൻസ് 2:6 എഴുതിയിരിക്കുന്ന ഇതാ, എപ്രകാരം നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിച്ചു അപ്രകാരം തന്നെ നടപ്പി. ഹല്ലേലൂയ. നമ്മൾ പ്രവൃത്തിയുടെ കൊണ്ടുവന്നല്ല ഇത് നടക്കുന്നത്. പുണ്യപ്രവൃത്തികൾ വേണം, അതിനൊന്നും ഞാനെതിരല്ല. മറിച്ച് അതെല്ലാം ഇതിന്റെ ഫ്രൂട്ടാ. കർത്താവിൽ വിശ്വസിക്കുന്നതിന്റെ ഫ്രൂട്ടാ. ഇതെല്ലാം തന്നെ നമ്മുടെ പുറകെ വരുന്നത്. ഹല്ലേലൂയ. വിശ്വാസത്തിൽ തന്നെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് നടക്കണം. വിശ്വാസത്തിൽ തന്നെ വിശ്വസിച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നതാ ക്രിസ്തീയ ജീവിതം. As I said before, Christianity is also known as the Great Confession. ഒരു വലിയ വിളിച്ചു പറച്ചിലാണ്, ഒരു വലിയ കൺഫെഷനാണ് ക്രിസ്ത്യാനിറ്റി. കർത്താവിന്റെ ക്രൂശുമരണം കൊണ്ട് ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ട് ജീവനും ഭക്തിക്കും ആവശ്യമായിട്ടുള്ളതെല്ലാം നമുക്ക് നൽകി തന്നിരിക്കുക. നമുക്ക് നൽകി തരാത്തതൊന്നും അവന്റെ മരണത്തിലും ക്രൂശുമരണത്തിലും ഉയർത്തെഴുന്നേൽപ്പിനുമില്ല, അടങ്ങിയിട്ടുണ്ട്. എല്ലാം അടങ്ങിയിട്ടുണ്ട്. നമുക്ക് വേണ്ടതെല്ലാം. ഇനിയും അത് വിശ്വസിക്കുക, വിളിച്ചു പറയുക. നമ്മളിങ്ങനെ അങ്ങോട്ട് മുൻപോട്ട് പോവുക. വീണ്ടും ജനിച്ച് നമ്മളൊരു പുതിയ സൃഷ്ടിയായി തീർന്നു. പുതിയ സൃഷ്ടിക്ക് ജീവനും ഭക്തിക്കും വേണ്ട സകലതും 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 ദൈവം തന്നിട്ടുണ്ട്. അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ നമ്മളൊന്ന് നോക്കി, നമ്മുടെ ജീവിതത്തിലോട്ടൊന്ന് നോക്കി, ശരീരത്തിലോട്ടൊന്ന് നോക്കി, നമ്മുടെ മനസ്സിലോട്ടൊന്ന് നോക്കി. സൃഷ്ടിയുടെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ലല്ലോ എന്ന് നമ്മൾ നമ്മോട് തന്നെ അങ്ങ് ചോദിക്കാൻ തുടങ്ങി. യേശുവിനെ പോലെയാണ് എന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ഏതാണ് എഴുതിയിരിക്കുന്നത്? 1 യോഹന്നാൻ 4:17 എഴുതിയിരിക്കുകയാണ്, as he is in the world, so are you. യേശു ഭൂമിയിൽ എങ്ങനെ ആയിരുന്നുവോ അതുപോലെയാണ് നിങ്ങളും ആയിരിക്കുന്നത്. കൊലോസ്യർ 2:9 എഴുതിയിരിക്കുന്നു, യു ആർ കംപ്ലീറ്റ് ഇൻ ഹിം. നിങ്ങൾ ക്രിസ്തുവേശുവിൽ പരിപൂർണരായിരിക്കുന്നു. ഇതൊക്കെ വായിച്ചേച്ച് നമ്മൾ വെളിയിലോട്ട് പോയി ജീവിതം നയിക്കുവാൻ തുടങ്ങിയപ്പോൾ നാം നോക്കി, നമ്മെ തന്നെ നോക്കി, നമ്മുടെ മനസ്സിലോട്ട് നോക്കി, നമ്മുടെ ശരീരത്തിലോട്ട് നോക്കി. അങ്ങനെ അല്ലല്ലോ കാണുന്നത്, അല്ലെ? ചോദിച്ചില്ലേ നമ്മളെല്ലാരും? നമ്മളോട് തന്നെ നമ്മൾ ചോദിച്ചു, ഞാൻ യേശുവിനെ പോലെ അല്ലല്ലോ ഈ ചിന്തിക്കുന്നതൊന്നും, ഞാൻ യേശുവിനെ പോലെ അല്ലല്ലോ പ്രവർത്തിക്കുന്നതെല്ലാം, എന്നെ കുറവുണ്ടല്ലോ, കുറ്റമുണ്ടല്ലോ, ഇതെല്ലാം ഉണ്ടല്ലോ, പിന്നെങ്ങനാ ഞാൻ യേശുവിനെ പോലെ ആകുന്നത്? അപ്പോൾ പ്രശ്നം ആരംഭിക്കുകയാണ്. ഇവിടെ പ്രശ്നം ആരംഭിക്കുക. അങ്ങനെ ഒരു ചിന്തിക്കുമ്പോൾ നമ്മൾ പിന്നെ എന്ത് ചെയ്യുമെന്നറിയാമോ? മനുഷ്യൻ യേശുവിനെ പോലെ ആകാൻ ഒരു പരിശ്രമം നടത്തും. നമ്മൾ ഇനി യേശുവിനെ പോലെ ആകാനായിട്ട് പരിശ്രമിക്കും. പുതിയ തീരുമാനങ്ങൾ അങ്ങ് എടുക്കും. ഞാൻ എല്ലാ ദിവസവും 2 മണിക്കൂർ വെച്ച് പ്രാർത്ഥിക്കാൻ പോകും. എല്ലാ ദിവസവും ഒരു 5 ചാപ്റ്റർ വെച്ച് വായിക്കാൻ പോകും ബൈബിൾ. ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും ഉപവാസം എടുക്കാൻ പോകാം. ഞാൻ പറയട്ടെ, ഇതെല്ലാം നല്ല കാര്യം. എന്നാൽ ജഡത്തിൽ നമ്മൾ നിന്നുകൊണ്ട് ജഡത്തിൽ തന്നെ ജഡത്തിനു വേണ്ടി ഈ തീരുമാനങ്ങൾ എടുക്കുക. പ്രശ്നം എവിടെയാ?
ഈ പ്രാർത്ഥിക്കുന്നത്, വേദപുസ്തകം വായിക്കുന്നത്, ഉപവാസം എടുക്കുന്നത് എല്ലാം ബൈബിളിലുള്ളതാണ്. ഇതെല്ലാം വേണമെന്ന് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നാൽ നാം അത് മിസ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, പ്രാർത്ഥന എന്തിനു വേണ്ടി ഉദ്ദേശിച്ചുവോ അതിനു വേണ്ടി ഉപയോഗിക്കാതിരിക്കുക. വേദപുസ്തകം വായിക്കുന്നതും പഠിക്കുന്നതും ധ്യാനിക്കുന്നതും ദൈവവചനമാണ്. അത് എന്തിനു വേണ്ടി ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നുവോ അതിനു വേണ്ടി അല്ല, മറ്റൊരു ഉദ്ദേശത്തിന് വേണ്ടി ചെയ്യുക. ഉപവാസം എന്തിനു വേണ്ടി ചെയ്യണമെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നുവോ അത് അതിനു വേണ്ടി ചെയ്യാതെ വേറൊരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുക. നമ്മൾ ഇത് മിസ്യൂസ് ചെയ്യുക. എങ്ങനെയാ നമ്മൾ മിസ്യൂസ് ചെയ്യുന്നത്? നമ്മൾ വിചാരിച്ചു യേശുവിനെ പോലെ ആകാൻ വേദപുസ്തകം വായിക്കാമെന്ന്, യേശുവിനെ പോലെ ആകാൻ പ്രാർത്ഥിച്ചു നോക്കാമെന്ന്, 1 മണിക്കൂറും 2 മണിക്കൂറും വെച്ച് പ്രാർത്ഥിച്ചു നോക്കാം എന്ന് നമ്മൾ ചിന്തിക്കുക. യേശുവിനെ പോലെ ആകുവാൻ ഒരു 40 ദിവസം ഉപവാസം എടുത്തൊന്ന് നോക്കാം നമ്മൾ ചിന്തിക്കുക. എന്നാൽ വേദപുസ്തകം എന്താ പറയുന്നത്? നിങ്ങൾ യേശുവിനെ പോലെ ആണെന്നാ പറഞ്ഞത്. യേശുവിനെ പോലെ ആകുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം, വേദപുസ്തകം വായിക്കണം, ഉപവാസം എടുക്കണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. വേദപുസ്തകം വായിക്കണം, പ്രാർത്ഥിക്കണം, ഉപവാസം എടുക്കണം, അത് നല്ലത്. അതിന് വേറൊരു പർപ്പസാ ഉള്ളത്. യേശുവിനെ പോലെ ആകുവാൻ, നമ്മൾ പൂർണ്ണരാകുവാൻ, നമ്മൾ കുറച്ചുകൂടെ വിശുദ്ധി പ്രാപിക്കുവാൻ, നമ്മുടെ സ്വഭാവം ചേഞ്ച് ചെയ്യുവാൻ നാം ഇതൊക്കെ ഒരു ടൂളായിട്ട് പലപ്പോഴും ഉപയോഗിക്കുക. പ്രാർത്ഥനയും വേദപുസ്തക പഠനവും പാരായണവും മെഡിറ്റേഷനും നമ്മുടെ ആരാധനയും ഒക്കെ, ഇതെല്ലാം നമ്മൾ ഒരു ടൂളായിട്ട് ഉപയോഗിക്കുക, നമ്മൾ മിസ്യൂസ് ചെയ്യുക. എന്നാൽ ഇത് അതിന്റെ ഫലം നമുക്ക് തരുന്നുമില്ല. വാസ്തവത്തിൽ വേദപുസ്തകം ഒരു ടൂൾ അല്ല, മറിച്ച് ഞാൻ പറയട്ടെ, ഇതൊരു മിററാണ്, ഒരു കണ്ണാടിയായത്. അതായത് നാം ഓരോരുത്തരും യേശുവിനെ പോലെ ആണ് എന്ന് കാണുവാൻ ഉള്ള കണ്ണാടിയാണ് ഈ വേദപുസ്തകം. ഇത് ടൂളല്ല, നമ്മളെ ഫിക്സ് ചെയ്യുവാനുള്ള ടൂളല്ല. ഇത് നമുക്ക് തന്നിരിക്കുന്ന കണ്ണാടിയാ. നമ്മുടെ മുഖ ഷേപ്പ് നോക്കുവാൻ, നമ്മുടെ ആകാരം നോക്കുവാൻ, നമ്മുടെ ആത്മാവ് എപ്രകാരമാണ് ഇരിക്കുന്നത്, അത് യേശുവിനെ പോലെയാണ് ഇരിക്കുന്നത് എന്ന് കാണുവാനുള്ള ഒരു മിററാണ്, കണ്ണാടിയാണ് ഈ വേദപുസ്തകം. അതിനുപയോഗിക്കാതെ നമ്മളെ യേശുവിനെ പോലെ ആക്കുവാൻ വേദപുസ്തകം നാം ഉപയോഗിക്കുമ്പോൾ നാം അതിനെ മിസ്യൂസ് ചെയ്യുകയല്ലേ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? വളരെ ഡീപ്പായിട്ടുള്ളൊരു വിഷയമാണ്. ഹല്ലേലൂയ. പ്രാർത്ഥന നാം യേശുവിനെ പോലെ നമ്മളെ ആക്കി തീർക്കാനുള്ള ഒരു ഉപാധി അല്ല, ഒരു ഉപകരണമല്ല. മറിച്ച് യേശുവിനോട് കൂടെ വസിക്കുവാൻ, അവനെ പോലെ നാം ഇരിക്കുന്നത് കൊണ്ട്, അവന്റെ മക്കളായതുകൊണ്ട് അപ്പനോട് ചേർന്നിരിക്കുവാൻ ഉള്ള ഒരു ഉപാധിയാണ്, ഉള്ള ഒരു മാർഗമാണ് പ്രാർത്ഥന. ഉപവാസം അവനോട് ചേർന്നിരിക്കുവാൻ, അവനിൽ നിന്ന് കേൾക്കുവാൻ, അവന്റെ മക്കളായതുകൊണ്ട് അവനോട് ചേർന്നിരിക്കുവാൻ ഉള്ള സന്തോഷത്തിന് നാം എടുക്കുന്നതാ ഉപവാസം. യേശുവിനെ പോലെ നമ്മെ ആക്കി തീർക്കുവാൻ, വിശുദ്ധി പ്രാപിച്ച് യേശുവിനെ പോലെ നാം ആയിത്തീരുവാൻ എടുക്കുന്നതൊന്നും അല്ല ഉപവാസം. നാം വിശുദ്ധി പ്രാപിക്കുവാനോ യേശുവിനെ പോലെ ആകുവാനോ ഈ മാർഗങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിനൊരു ഇവിടെ പറയുന്ന ഒരു വിധമുണ്ട്, ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് മെത്തേഡ്. ഇവിടെ പറയുന്ന ഒരു ഇതാണ് ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് മെത്തേഡ്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ, പണ്ട് കാലത്ത് കാളവണ്ടി, 2 കാള കെട്ടും, അതിന്റെ പുറകില് കാളവണ്ടിയുണ്ട്. എന്നിട്ട് ഈ കാളയുടെ പുറത്ത് ഒരു വലിയ കമ്പ് അങ്ങോട്ട് നീട്ടിക്കെട്ടും. കാളയുടെ മുഖത്തിന് കുറച്ചുകൂടെ മുൻപോട്ട് നീങ്ങിയായിരിക്കുന്നത് ഇത് കമ്പ് വെച്ച് കെട്ടുന്നത്. എന്നിട്ട് അതിന്റെ അറ്റത്ത് 2 ഇലയും കെട്ടിയിടും, വാഴയിലയും കെട്ടിയിടും. ഓർക്കുന്നുണ്ടല്ലോ അല്ലെ? കാള ഓടാനായിട്ട്, കാള നടന്നു പോകണ്ടേ? അപ്പോൾ കാള ഇതിന്റെ മുൻപില് നോക്കുമ്പോൾ അതിന്റെ മുഖത്ത്, അതിന്റെ വായ കൊണ്ട് അതിന് എത്തിപ്പിടിക്കത്തുമില്ല.
പിടിക്കുന്നതിന് കുറച്ച് മുമ്പാണ് ഈ ഇല കെട്ടി തൂക്കിയിരിക്കുന്ന വാഴയില. കാള ഈ ഇല കടിക്കാനായിട്ടാണ് നടക്കുന്നത്. ഇല കടിക്കാനായിട്ട് അതിങ്ങനെ മുന്നോട്ട് 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 നടന്നു പോവാ. ഒരു കാലത്തും ഓർക്കുന്നില്ലേ, ഒരു കാലത്തും ഈ വാഴയില ഇതിന് കിട്ടത്തില്ല അല്ലേ. ഇത് സ്ഥിരം ഓടുക. ഇത് അതിനെ ഇവിടെ ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് മെത്തേഡ് എന്ന് പറയും. ഇത് ഇവിടെ ഓടുക, ഇത് പുറകെ ഓടുക. ഒരു കാലത്തും ഇതിന് കിട്ടത്തില്ല എന്ന് പറയുന്നത് പോലെ നാം പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടും യേശുവിനെ പോലെ ആകുവാൻ ശ്രമിച്ചാൽ അങ്ങനെ ആയിരിക്കുന്ന നമുക്ക് ഒരു കാലത്തും അവിടെ എത്തിച്ചേരാൻ ഒക്കത്തില്ല. യേശു വന്നത് ഇതെല്ലാം മാറ്റിയിട്ട് നമ്മുടെ ക്യാരക്ടർ ഫോർമേഷൻ അല്ല യേശു വന്നത്. നിങ്ങൾ തെറ്റിദ്ധരിച്ചെടുക്കരുത്. നമ്മുടെ സ്വഭാവവൽക്കരണത്തിനല്ല യേശു വന്നത്. സ്വഭാവവൽക്കരണമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അത് എങ്ങനെയാണ്? ക്യാരക്ടർ ഫോർമേഷനോ ബിഹേവിയറൽ മോഡിഫിക്കേഷനോ വേണ്ടി അല്ല കർത്താവ് വന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്ത് നമ്മുടെ ക്യാരക്ടർ മാറ്റിയിട്ട് സ്വഭാവം മാറ്റിയിട്ട് നമ്മൾ യേശുവിനെ പോലെ ആകാൻ നമ്മുടെ ജഡത്തിൽ നിന്നുകൊണ്ട് ജഡത്തിനോട് പറയുക. കപ്പലിൽ നിന്നുകൊണ്ട് കപ്പലിന്റെ ഫോട്ടോ നമുക്ക് എടുക്കാൻ ഒക്കത്തില്ല. നമ്മൾ പറഞ്ഞത് ജഡത്തിൽ നിന്നുകൊണ്ട് ഈ ജഡത്തെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ ഒക്കത്തില്ല. ജഡത്തിൽ നിന്നുകൊണ്ട് ഈ ജഡത്തെ എങ്ങനെ കൊല്ലുന്നത്? ഞാൻ ജഡത്തിലിരിക്കുന്ന ഞാൻ എന്റെ ജഡത്തെ കൊല്ലാൻ ഒക്കത്തില്ല നമുക്ക്. അതിന് ഈ ജഡത്തിന് മുകളിലുള്ള ഒരു സൂപ്പർ പവർ വന്നാലേ ഈ ജഡത്തെ കൊല്ലുവാൻ ഒക്കത്തുള്ളൂ. ക്രിസ്തു അത് ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ക്രിസ്തു ഓൾറെഡി ചെയ്ത് കഴിഞ്ഞ കാര്യത്തിന് വേണ്ടി നമ്മൾ ഇനിയും പരിശ്രമിച്ചാൽ ഇത് കാള വാഴയിലയ്ക്ക് വേണ്ടി ഓടുന്നത് പോലെ ആകത്തുള്ളൂ. നമുക്ക് എത്തിച്ചേരാൻ ഒക്കത്തില്ല. ഒരു കാലത്തും ഇത് നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ക്രിസ്തു ഓൾറെഡി ചെയ്തതാണ്. ക്രൈസ്റ്റ് ഹാസ് ക്രൂസിഫൈഡ് യു, യുവർ സിൻസ് ആൻഡ് യുവർ സിൻ നേച്ചർ ഓൺ ദ ക്രോസ് അലോങ് വിത്ത് ഹിം. ക്രിസ്തു നിങ്ങളെ ഓരോരുത്തരെയും, നിങ്ങളെയും നിങ്ങളുടെ പാപത്തെയും നിങ്ങളുടെ പാപ സ്വഭാവത്തെയും അവനോടൊപ്പം അവൻ ക്രൂശിൽ കയറിയപ്പോൾ അവനോടൊപ്പം അവൻ നിങ്ങളെയും ക്രൂശീകരിച്ചത്. അതല്ലേ നമ്മൾ കണ്ടത്? ക്രിസ്തുവിന്റെ ഇടതും വലതുമായിട്ട് രണ്ട് മനുഷ്യവർഗത്തെ രണ്ട് മനുഷ്യാത്മാക്കളെ കൂടെ ക്രൂശിച്ചിരിക്കുന്നത് കണ്ടില്ലേ നമ്മൾ ഓരോരുത്തരും? അവൻ നമ്മളെ വഹിച്ചുകൊണ്ടാ ആ ക്രൂശിൽ കയറിയത്. നമ്മുടെ പാപത്തെയും പാപ സ്വഭാവത്തെയും നമ്മെയും വഹിച്ചുകൊണ്ടാ അവൻ ക്രൂശിൽ മരിച്ചത്. അവൻ ക്രൂശിൽ മരിച്ചപ്പോൾ നാമം വരിച്ചു. ഗലാത്യർ 2:20 നമുക്ക് വായിക്കാം. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനിലുള്ള വിശ്വാസം. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ മരിച്ചു. നമ്മൾ ഓരോരുത്തരും മരിച്ചെന്ന അപ്പോസ്തലനായ പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും മരിച്ചു. നമുക്കത് തോന്നത്തില്ല. നമ്മുടെ ശരീരത്തിൽ അത് കാണുന്നില്ല. നമ്മുടെ ആത്മാവിൽ നമ്മൾ ഓരോരുത്തരും മരിച്ചു. ഇനിയും ജീവിക്കുന്നത് നമ്മളല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു, നമ്മളിൽ ജീവിക്കുന്നു. എന്നിൽ കൂടെ നിങ്ങളിൽ കൂടി ക്രിസ്തു ജീവിക്കുന്നു. ഞാൻ ഇപ്പോൾ ജീവിക്കുന്ന ഈ ജീവിതമോ ക്രിസ്തുയേശുവിന്റെ വിശ്വാസത്താൽ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവനായ ക്രിസ്തുയേശുവിന്റെ വിശ്വാസത്താൽ അത്രേ ഞാൻ ജീവിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും മരിച്ചു. നമ്മുടെ പാപ സ്വഭാവത്തിന് മരിച്ചു. നമ്മുടെ ഫീലിങ്സില്, നമ്മുടെ ബോഡിയില് അത് നമുക്ക് തോന്നണമെന്നില്ല. കാരണം ഇത് ആത്മാവിൽ സംഭവിച്ച ഒരു പ്രക്രിയ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ ആരായി തീർന്നു? അവൻ പുതിയ സൃഷ്ടിയായി തീർന്നു. പഴയത് മരിച്ചു. കർത്താവ് പഴയതിനെ ഫിക്സ് ചെയ്യാൻ വന്നതല്ല. കർത്താവ് പഴയ മനുഷ്യന്റെ ക്യാരക്ടർ ചേഞ്ച് ചെയ്യാൻ വന്നതല്ല. പഴയ മനുഷ്യന്റെ സ്വഭാവത്തിന് കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ വന്നതല്ല കർത്താവ്. പഴയ മനുഷ്യന്റെ ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യാൻ വന്നവനല്ല കർത്താവ്. കർത്താവ് വന്നത് എന്തിനാണെന്നറിയാമോ? കൊല്ലാനാ വന്നത്.
കർത്താവ് പഴയ മനുഷ്യനെ ഫിക്സ് ചെയ്യാൻ വന്നവനല്ല. പഴയ മനുഷ്യന്റെ സ്വഭാവം നന്നാക്കാൻ വന്നവനല്ല. കർത്താവ് നമ്മെ കൊല്ലാനാ വന്നത്. കൊന്ന ശേഷം അവനോട് കൂടെ ഒരു പുതിയ മനുഷ്യനായിട്ട് ഉയർത്തെഴുന്നേൽപ്പിക്കാനാ കർത്താവ് വന്നത്. ഹല്ലേലൂയ. നമ്മള് ക്യാരക്ടർ മോഡിഫിക്കേഷനും ക്യാരക്ടർ ഫോർമേഷനും ബിഹേവിയർ മോഡിഫിക്കേഷനും ഒക്കെ ആയിട്ട് നമ്മൾ പലപ്പോഴും ഇരിക്കുക. കർത്താവ് പഴയ മനുഷ്യനെ ഒരിക്കലും നന്നാക്കിയെടുക്കാൻ വന്നതല്ല. അവിടെ എവിടെയൊക്കെ ഒന്ന് ചെത്തി വെടിപ്പാക്കി, അല്ലെ, അവിടെ എവിടെയൊക്കെ ഒന്ന് ഉളിയൊക്കെ ഇട്ട് ചെത്തി പഴയ മനുഷ്യനെ ശരിയാക്കാൻ വന്നതല്ല. നമ്മൾ ഇന്ന് അതല്ലേ ചെയ്യുന്നത് പലപ്പോഴും. കർത്താവ് വന്നത് നമ്മളെ കൊല്ലാനാ. കൊന്നിട്ട് ഒരു പുതിയ സൃഷ്ടിയെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാനാ, ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റാനാ. ആദമിനെ അവൻ മെനഞ്ഞെടുത്ത ശേഷം അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി ആദം ഒരു പുതിയ സൃഷ്ടിയായി മാറി. നമുക്ക് വായിക്കാം 1 കൊരിന്ത്യർ 15:45 മുതൽ 47. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു. എന്നെഴുതിയിരിക്കുന്നുള്ളൂ. ഒടുക്കത്തെ ആദാം ജീവിക്കുന്നു ആത്മാവായി. എന്നാൽ ആത്മാവല്ല പ്രാകൃതമത്രേ. ഒന്നാമത്തേതോ ആത്മീകം, പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മതി, അവിടെ വരെ മതി. അവിടെ 2 കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 2 കാര്യം എഴുതിയിരിക്കുക. ഒന്നാം ആദാം, ഒടുക്കത്തെ ആദാം, ഫസ്റ്റ് ആഡം ആൻഡ് ലാസ്റ്റ് ആഡം. ഒന്നാം ആദം, ഒടുക്കത്തെ ആഡം. പിന്നെ എഴുതിയിരിക്കുക ഒന്നാം മനുഷ്യൻ. എന്താ എഴുതിയിരിക്കുന്നത്? രണ്ടാം മനുഷ്യൻ. ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഒന്നാം ആഡം, ഒടുക്കത്തെ ആഡം, ഫസ്റ്റ് ആഡം ആൻഡ് ലാസ്റ്റ് ആഡം. ഒന്നാം മനുഷ്യൻ, രണ്ടാം മനുഷ്യൻ. ഒടുക്കത്തെ മനുഷ്യൻ എന്നല്ല, ഒടുവിലത്തെ മനുഷ്യൻ എന്നല്ല, രണ്ടാം മനുഷ്യൻ. എന്നാൽ ഒന്നാം ആദം, രണ്ടാം ആഡം എന്നല്ല, ഒടുവിലത്തെ ആഡം, ലാസ്റ്റ് ആഡം. എന്താ വ്യത്യാസം എന്നറിയാമോ? വ്യത്യാസം ഇതാ. ഒന്നാം മനുഷ്യനായ ആദം ജീവനുള്ളവർക്കെല്ലാം പിതാവായി തീർന്നു. അവനിൽ നിന്ന് മനുഷ്യകുലം മുഴുവൻ വന്നു. നമ്മളൊക്കെ ആരുടെ മക്കളാ? ആദാമിന്റെ മക്കളാ, അല്ലെ? അവിടുന്ന് വന്നതാ. നമ്മളൊക്കെ ആദാമിന്റെ മക്കളാ. പക്ഷെ ആൻസർ തെറ്റിപ്പോയി. ഐ എം സോറി. ഒടുക്കത്തെ ആദാം എന്ന് പറഞ്ഞാൽ ആദാം കഴിഞ്ഞെന്നർത്ഥം. ഒടുക്കത്തെ ആദം, ദ ലാസ്റ്റ് ആദം എന്ന് പറഞ്ഞാൽ ആദാം തീർന്നു. ആദാമിന്റെ വംശം തീരുക. അതുകൊണ്ട് അവിടെ രണ്ടാം ആദം എന്നല്ല പറഞ്ഞത്, ഒടുക്കത്തെ എന്ന് പറഞ്ഞാൽ ദ ലാസ്റ്റ് ആദം. ആദം തീർന്നു. മനസ്സിലായല്ലോ? ഒന്നാം ആദം തുടങ്ങി. നമ്മുടെ പൂർവ്വപിതാവായ ഒന്നാം ആദം തുടങ്ങി. അവിടെ നിന്ന് വന്ന് ഒടുക്കത്തെ ആദമായിട്ട് ക്രിസ്തു മരിച്ചു. ആദാമ്യ വംശം അതോടുകൂടി അവിടെ കർട്ടൻ വീഴുക, തിരശീല വീഴുക ആദാമിന്റെ വംശത്തിന്. ഹല്ലേലൂയ. ആദാമിന്റെ വംശം അവിടെ കഴിഞ്ഞിട്ട് ഒന്നാം മനുഷ്യനല്ല ഇവിടെ. ഇതാ ഒന്നാം മനുഷ്യനായ ആദമിനെ പോലെ അല്ല ഇവിടെ. ഇതാ ഉയർത്തെഴുന്നേറ്റ യേശു ഒടുക്കത്തെ മനുഷ്യനായിട്ടല്ല, രണ്ടാമത്തെ മനുഷ്യനായിട്ട് ഉയർത്തെഴുന്നേറ്റു വന്നു. ഒന്നാമത്തെ ആദം കഴിഞ്ഞു. ഒന്നാമത്തെ ആദമിന്റെ പാരമ്പര്യത്തിൽ അല്ലിപ്പോ വന്നത്. ഒന്നാമത്തെ ആദത്തിന് ഇവിടെ തിരശീല വീണു. ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു വന്നപ്പോൾ രണ്ടാമത്തെ ഒരു മനുഷ്യനാണ് ഉയർത്തെഴുന്നേറ്റു വന്നത്. നാം ഇന്ന് ആരുടെ പിൻതലമുറക്കാരാന്നറിയാമോ?
ആദമിന്റെ തലമുറയിൽ, ആദമിന്റെ വംശാവലിയിൽ പെടുന്നവരല്ല വിശ്വാസികൾ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി തീർന്നു. ആദാമിന്റെ വംശാവലി അവിടെ കഴിഞ്ഞു. ആദാമിന്റെ ക്യാരക്ടർ ട്രെയ്റ്റ്സ് ഒക്കെ അവിടെ കഴിയുകയാണ്. ഇവിടെ രണ്ടാം മനുഷ്യനായി ഒരുവൻ ഉയർത്തെഴുന്നേൽക്കുകയാണ്. നാം രണ്ടാം മനുഷ്യന്റെ വംശാവലിയിൽ പെടുന്നവരാ. ആദമിന്റെ വംശാവലിയിൽ പെടുന്നവരല്ല, രണ്ടാം മനുഷ്യന്റെ വംശാവലിയിൽ പെടുന്നവരാ. എന്നെ കേൾക്കുന്ന വീണ്ടും ജനനം പ്രാപിച്ച എല്ലാവരും, വീണ്ടും ജനനം പ്രാപിച്ചവർ രണ്ടാം മനുഷ്യന്റെ വംശാവലിയില്ല. നമ്മൾ ആദമിന്റെ വംശം കഴിഞ്ഞു, പഴയത് കഴിഞ്ഞു പോയി. ഓൾ തിങ്സ് ആർ പാസ്ഡ് അവേ. പഴയതെല്ലാം പാസ് അവേ ചെയ്തു, മരിച്ചുപോയി, പഴയത് മരിച്ചുപോയി. ഒരുവൻ ക്രിസ്തുവിലായാൽ ഇതാ അവൻ പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുന്നു. പഴയത് കഴിഞ്ഞുപോയി, സകലതും പുതുതായി തീർന്നിരിക്കുന്നു. അവൻ സകലതും പുതുതായി തീർന്നിരിക്കുന്നു. ഞാനും നിങ്ങളും ആദാമിന്റെ വംശമല്ല, ആദാമിന്റെ വംശാവലിയിൽ പെടുന്നവരല്ല. ആദാമിന്റെ വംശാവലി ഒടുക്കത്തെ ആദം ആ കല്ലറയിലേക്ക് പോയപ്പോൾ അവിടെ അത് അസ്തമയം പ്രാപിക്കുകയാണ്. പുതുതായി ഉദിച്ചുയർത്തെഴുന്നേറ്റ് വന്നത് രണ്ടാമത്തെ ഒരു മനുഷ്യനാ. ആ രണ്ടാമത്തെ മനുഷ്യനിൽ നമ്മളെല്ലാവരും പുതിയ സൃഷ്ടികളാ. അപ്പോൾ കർത്താവ് വന്നത് ക്യാരക്ടർ ഫോർമേഷൻ അല്ല, നമ്മുടെ പഴയ മനുഷ്യനിൽ കുറച്ച് ഫിക്സ് ചെയ്യാനല്ല വന്നത്. പഴയ മനുഷ്യന് കുറച്ച് ക്യാരക്ടറൂടെ ഒക്കെ വെച്ച് പിടിപ്പിച്ച് അവനെ കുറച്ചുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്യാനല്ല കർത്താവ്. നമ്മൾ ഇന്ന് പലപ്പോഴും അതാണ് നമ്മൾ ചെയ്യുന്നത്, പഴയ മനുഷ്യനെ മോടി പിടിപ്പിക്കുക. എന്നാൽ പഴയ മനുഷ്യൻ മരിച്ചുപോയി. കർത്താവ് വന്നത് നമ്മെ കൊന്നിട്ട് നമ്മെ ഒരു പുതിയ മനുഷ്യനായി, ഒരു പുതിയ മനുഷ്യനെ ആദമിനെ സൃഷ്ടിച്ചതുപോലെ തന്നെ അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിക്കാനാ കർത്താവ് വന്നത്. ആ ഡിഫറൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നാം ആദം, രണ്ടാം ആദം എന്നല്ല പറഞ്ഞത്, ഒടുക്കലത്തെ ആദം, അവസാനത്തെ ദ ലാസ്റ്റ് ആദം. അത് കഴിഞ്ഞു, ആദം മാറി. ഒന്നാം മനുഷ്യൻ എന്ന് പറഞ്ഞു, രണ്ടാം മനുഷ്യൻ എന്നാ പറഞ്ഞു. ഒടുക്കലത്തെ മനുഷ്യൻ എന്നല്ല, ഒന്നാം മനുഷ്യന്റെ തലമുറയല്ല. ഇവിടെ രണ്ടാം മനുഷ്യന്റെ വംശാവലി ആരംഭിക്കുകയാ. യേശു ക്രിസ്തുവിന്റെ വംശാവലി ആരംഭിക്കുകയാ. അബ്രഹാമിന്റെ മകനായ, ദാവീദിന്റെ മകനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി, അതിൽപ്പെടുന്ന ആ വംശാവലിയിൽ പെടുന്നവരാ നമ്മൾ ഓരോരുത്തരും. ഒന്നാം ആദമിന്റെ വംശാവലിയല്ല, പഴയത് കഴിഞ്ഞുപോയി, നിങ്ങളൊരു പുതിയ സൃഷ്ടിയാ. നമുക്ക് അപ്പോൾ ക്യാരക്ടർ ഫോർമേഷൻ അല്ല വിഷയം. നാം വിശ്വസിക്കേണ്ടത്, നാം മരിച്ചു ക്രിസ്തുവിനോടുകൂടെ. ക്രൈസ്റ്റ് ക്രൂസിഫൈഡ് യു ആൻഡ് മീ, and your sins and my sins, your sin nature and my sin nature on the cross along with him. അവനോട് കൂടെ അവൻ ക്രൂശീകരിച്ചു. എന്നിട്ട് പുതിയ മനുഷ്യനാക്കി നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ച്. നമ്മുടെ ശരീരത്തിൽ അത് ഫീൽ ചെയ്യണ്ട, നമ്മുടെ മനസ്സിൽ അത് തോന്നണ്ട. നാം ഇത് വിശ്വാസത്താൽ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട് ഞാനൊരു പുതിയ സൃഷ്ടിയാണ് എന്ന് വിശ്വസിച്ച് അത് വിളിച്ചു പറയുക. കൊലോഷ്യൻസ് 1:2-6 നമ്മൾ വായിച്ചാണ് നമ്മൾ തുടങ്ങിയത്. As you have therefore received Christ Jesus, so walk in him. യേശുവിനെ എപ്രകാരം നിങ്ങൾ അവനെ ഹൃദയത്തിൽ വിശ്വസിച്ച് അവനെ ഏറ്റുപറഞ്ഞ് സ്വീകരിച്ചുവോ അതുപോലെ തന്നെ തുടർന്നും നിങ്ങൾ ജീവിക്കുക. ഇനിയും എല്ലാ വിഷയങ്ങളുടെ മേലും, എല്ലാ പ്രതിസന്ധികളുടെ മേലും ഏതൊരു ബുദ്ധിമുട്ട് വന്നാലും അവൻ അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ക്രിസ്തുവിന്റെ മരണത്തോടുകൂടി ഉയർത്തെഴുന്നേൽപ്പോടുകൂടി നമുക്ക് വേണ്ടി അവൻ സകലതും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഹൃദയത്തിൽ വിശ്വസിച്ച് അത് ഏറ്റുപറഞ്ഞുകൊണ്ട് പുതിയ സൃഷ്ടിയായി നമുക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് നീങ്ങാം. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.